സീനിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് വനത്തിനുള്ളിൽ കുറച്ച് കുട്ടികളുമായി തർക്കിച്ചു നിൽക്കുന്ന ഒരു സബ് ഇൻസ്പെക്ടറെയാണ്. കൂടെയുള്ള പെൺകുട്ടി വീഡിയോ എടുക്കുന്നതുകൊണ്ട് ദേഷ്യം കടിച്ചമർത്തിയുന്ന പോലീസുകാരൻ പെട്ടെന്ന് പെൺകുട്ടിയുടെ ശ്രദ്ധ മാറിയ സമയത്തിന് ബോയ്സിനിട്ട് നല്ല അടി വെച്ച് കൊടുക്കുകയാണ്. ഈ സമയത്ത് പെൺകുട്ടി വീണ്ടും വീഡിയോ ഓൺ ആക്കിയപ്പോൾ ഫോൺ ഓഫാക്കാൻ പറഞ്ഞ് പോലീസുകാരൻ ദേഷ്യപ്പെടുന്നു. ആ ഗ്യാപ്പിൽ അടി കിട്ടിയ ആൺകുട്ടി കാടിനുള്ളിലേക്ക് ഓടുകയാണ്. പുറകെ നമ്മുടെ പോലീസുകാരനും. ഒരിടത്ത് വെച്ച് പോലീസുകാരൻ അവനെ പിടിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവരെന്തോ കണ്ട് വല്ലാതെ പേടിക്കുകയാണ്. സംഭവ സ്ഥലത്തേക്ക് കൂടുതൽ പോലീസുകാർ എത്തുകയാണ്. ആ കൂടെ നമ്മുടെ ഹീറോയും ഉണ്ട്. കാടിനുള്ളിൽ എന്താണെന്ന് നോക്കാൻ വേണ്ടി ഹീറോയും പോലീസുകാരും കൂടെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവർ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ കാടിനുള്ളിൽ ഒരു മൃതദേഹം മേലാസുകളും ചെളിയുമായി കമന്നു കിടക്കുന്നതാണ്. മൃതദേഹം ഒരു പോലീസുകാരൻ്റേതായതുകൊണ്ട് തന്നെ സർക്കിൾ ഇൻസ്പെക്ടറോട് കോൺസ്റ്റബിളായ നമ്മുടെ ഹീറോ പറയുകയാണ്, നമുക്ക് ആ വഴി ഒന്ന് അന്വേഷിച്ചാലോ. ഇത് കേൾക്കുന്ന വിനീതിന് ദേഷ്യം വന്നിട്ട് പറയുന്നു, ഓ പിന്നെ ബാക്കിയുള്ളവരെല്ലാം പൊട്ടന്മാരില്ലേ, അത് ഇവിടെ അടുത്തുള്ള ഒരു തമിഴ്നാട് സ്റ്റേഷനിലെ പോലീസുകാരൻ്റേതാണ് സാർ, ഞങ്ങൾ അന്വേഷിച്ചായിരുന്നു. ഇതൊക്കെ പറയാൻ നീ ഏതാടാന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നു, ഞാൻ പുതിയ CPO ആണ്, ഫോറൻസിക്കുകാർ വരുമ്പോൾ വിളിച്ചാൽ മതി, ഞങ്ങൾ സ്റ്റേഷനിൽ ഉണ്ടാവുമെന്നും പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അടുത്ത സീനിൽ കാടിനുള്ളിൽ പെട്ടുകിടക്കുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. അയാളുടെ കാലിൽ വലിയൊരു മുറിവായിട്ടുണ്ട്. കാക്കി പാൻറ് ധരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആളൊരു പോലീസുകാരനാണെന്ന് മനസ്സിലാക്കാം. മുറിവിൽ കൂടി അട്ടയൊക്കെ ഇഴയുന്നുണ്ട്. വേദന സഹിക്കാൻ കഴിയാതെ അയാൾ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. തൻ്റെ കൂടെ വന്ന ആൾക്കാരുടെ എല്ലാം പേരെടുത്ത് അയാൾ വിളിക്കുന്നുണ്ട്.